ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ KSRTCൻ്റെ അടുത്തുള്ള ഹൈപ്പോളിലായിരുന്നു കേട്ടോ പാർട്ടി. അപ്പോൾ ഞങ്ങളവിടെ പോവുകയാണ്. താത്തയും അമ്മായും പിന്നെ മമ്മി, ഞാനും അനിയത്തിയും ഉമ്മയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലെത്തി, അതൊന്ന് ചുറ്റിയൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ നേരെ ഹോട്ടലിലേക്ക് കയറിയിട്ട് ഞങ്ങളുടെ മുകളിലാണ് കേട്ടോ പാർട്ടി നടക്കുന്നത്. ഞങ്ങൾ മുകളിൽ പോയി, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സന്തോഷമായിരുന്നു എല്ലാവരെയും കണ്ടപ്പോൾ. പിന്നെ അതിന് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിൽ. പോയതും വെൽക്കം ഡ്രിങ്ക് തരും. ബട്ട് ഞാൻ കണ്ടില്ല. ഞങ്ങൾ നേരെ അവിടെ പോയി ഇരുന്നു. അപ്പോൾ ഇത്തയാണ് ഞങ്ങൾക്ക് ജ്യൂസൊക്കെ കൊണ്ടുവന്നത്. പിന്നെ എന്തോ സ്നാക്സ് ഉണ്ടായിരുന്നു, ഇറച്ചിയും കൊണ്ടുള്ള എന്തോ സ്നാക്സ്. അത്ര പോരാ, ബട്ട് കഴിക്കാം. മയോണൈസും സോസൊക്കെ മുക്കിയിട്ട് നമുക്ക് കഴിക്കാം. എനിക്കത്ര പറ്റിയില്ല കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ചുറ്റി കണ്ടു. അതിനപ്പോൾ അനിയത്തി അവിടേക്കൊന്ന് താഴേക്കൊന്ന് നോക്കുകയാണ്. പിന്നെ ഞങ്ങൾ അവിടെ തന്നെ പോയി ഇരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഡെക്കറേഷൻ നല്ല രസത്തിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈപ്പോളിൽ ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഹോട്ടലായിരുന്നു കേട്ടോ ഗൈസ്. നല്ല രസമുണ്ട്. പിന്നെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ബഫേ മോഡലായിരുന്നു കേട്ടോ ഗൈസ് ഫുഡ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ബഫേ മോഡലും ഉണ്ട്, പിന്നെ നെക്സ്റ്റ് സ്നാക്സും ഉണ്ട്. ഈ ഗുലാബ് ജാം, ഐസ്ക്രീമും കുറച്ച് ടീയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പക്ഷെ ഞാൻ ടീ ഒന്നും കുടിക്കാൻ നിന്നില്ല. പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു. ഫാമിലി എല്ലാവരും പാടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് അനിയത്തി കഴിക്കാൻ തുടങ്ങി. ഇതാണ് കേട്ടോ കേക്ക്. നല്ല രസം ഉണ്ടായിരുന്നു കേക്ക്. എന്ത്രോനാല പോലത്തെ കപ്പ് കേക്കും, പിന്നെ 3 ലെയർ കേക്കും, ആൻഡ് ഒരു കേക്കും കൂടി ഉണ്ട് കേട്ടോ ഗൈസ്. ആലിയ പറഞ്ഞിട്ട്, അവളുടെ പേര് ആലിയ എന്നാണ്. ഞങ്ങൾ ലിയോ എന്നാണ് കേട്ടോ വിളിക്കുക. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്കൊക്കെ മുറിച്ചു. എല്ലാവരും കുട്ടിക്കൊക്കെ കൊടുത്തു. പിന്നെ ഞാൻ കഴിക്കാൻ പോയിട്ട് ഗൈസ്, ആൻഡ് പ്ലേറ്റൊക്കെ എടുത്തു. നമ്മൾ സ്കൂളിൽ ഫുഡ് വാങ്ങാൻ നിൽക്കുന്ന പോലെ പ്ലേറ്റൊക്കെ എടുത്തു. ഞാൻ ബിരിയാണിയാണ് കേട്ടോ ഗൈസ് എടുത്ത്. ബിരിയാണി പിന്നെ എന്തോ ചിക്കൻ കൊണ്ടുള്ളതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് നല്ല പറ്റി ബിരിയാണിയും ആൻഡ് ചിക്കൻ കറി. പിന്നെ പൊറോട്ടയും നൂൽപുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അതെടുത്തില്ല. പിന്നെ തൈര് ചട്നി ഉണ്ടായിരുന്നു, പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ അതും കൊണ്ട് ടേബിളിൽ പോയിരിക്കാൻ തുടങ്ങി. അനിയത്തിയും താത്തി ഒരു പ്ലേറ്റിൽ കഴിക്കുമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഫുഡിൽ നല്ല എണ്ണ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അത് കഴിഞ്ഞ് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോൾ സ്നാക്സ് എടുക്കാൻ തുടങ്ങി. ഒരു ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ ഗൈസ് ഞാൻ അടുത്ത്. ഗുലാബ് ജാമുൻ ഒരു രക്ഷയുമില്ല കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതിനിപ്പോൾ ഫാമിലി എല്ലാവരും പാടെ ഇരുന്ന് കഴിച്ചു. പിന്നെ കസിൻ അനിയത്തിമാരൊക്കെ അവിടെ നിന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ ഇക്കാൻ്റെ കുട്ടിയാണ് കേട്ടോ. നല്ല രസമാണ് അവളുടെ അടുത്ത് കളിച്ചിട്ടിരിക്കാൻ. അത് കഴിഞ്ഞ് ഞാനും ഉമ്മയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ച് കാലങ്ങളായിട്ടൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ ബലൂൺ അവർ അയച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ബലൂണിൽ കളിക്കുകയായിരുന്നു കേട്ടോ. ബലൂണിൽ കളിക്കാൻ പറ്റിയ പ്രായം. അതിന് ഒരു റൂമുണ്ടായിരുന്നു. ആ റൂമിൽ ഞങ്ങൾ കയറി അനിയത്തിയും കസിനും പാടൊക്കെ കളിച്ചു കേട്ടോ. ഇങ്ങനത്തെ ഇനിയും വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.